ഗൗതം, റിനി ആൻഡ് ജോർജിന് സത്യപ്രതിജ്ഞാ വേദിയിൽ റിനി ആൻഡ് ജോർജിന്റെ സാന്നിധ്യം ഒരുപാട് പേർക്ക് മെന്റലി ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായിട്ട് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തന്നെ പോലെ കോൺഗ്രസിന് വേണ്ടി പൊരുവെയിലത്ത് നിന്ന് വേട്ടയാടപ്പെട്ട ആളുകളെ പുറത്തു നിർത്തിക്കൊണ്ട് റിനി ആൻഡ് ജോർജിനെ പോലെ ഒരു ഒരു വ്യക്തിത്വത്തെ അകത്തേക്ക് കടത്തിവിട്ടത്, അതും രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള ഫോട്ടോയൊക്കെ അവരുടെ പുറത്ത് വന്നു കഴിഞ്ഞു. അത് ഇത്തിരി ഭയപ്പാടോടുകൂടി തന്നെ കാണേണ്ട ഒരു ഫോട്ടോയാണത്. മന്ത്രിമാരുടെ ഭാര്യമാർക്ക് പോലും അത്രയും അടുത്തേക്ക് ചെല്ലാൻ പറ്റാണ്ട് അവരുടെ കുടുംബങ്ങൾ പോലും ഒരുപാട് പിന്നിൽ നിന്ന് സത്യപ്രതിജ്ഞ കണ്ട വേദിയിൽ റിനി ആൻഡ് ജോർജിനെ പോലെ ഒരു യുവതി അകത്തേക്ക് കയറി രേവന്ത് റെഡ്ഡിക്കൊപ്പം നിന്നെടുക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പുറത്തു വരുന്നു. അവര് അന്നത്തെ ദിവസം ഇത്രയും കൂകി വിളികൾ കേട്ടിട്ടും ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകര് ആ ഒരു കൂകി വിളിയോട് എന്തുകൊണ്ടോ ഒരു ആരെയും കൂവുന്നത് ഇഷ്ടമുള്ള ആളായിട്ടല്ല, പക്ഷെ റിനിയെ കൂവിയപ്പോ എന്തുകൊണ്ടോ ഒരു സന്തോഷം തോന്നിയിരുന്നു. അവര് തോന്നിയിരുന്നു, ഉറപ്പായിട്ടും തോന്നിയിരുന്നു. അത്രയും സഹിച്ചിട്ടും അവരവിടെ കയറി അങ്ങനെ ഒരു അവര് നിരന്തരമായിട്ടിടുന്ന പോസ്റ്റുകളാണ് ആളുകളെ പ്രവോക്ക് ചെയ്യുന്നത്. ഒരുപാട് കോൺഗ്രസിന് വേണ്ടി നിഖിൽ പൈലി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കോൺഗ്രസിന് വേണ്ടിയിട്ട് വെയിലും മഴയും കൊണ്ട് തല്ലുകൊണ്ട് പോലീസിന്റെ ലാത്തി ചാർജും ഒക്കെ കൊണ്ടിട്ട് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു പ്രിവിലേജ് റിനി ആൻഡ് ജോർജിന് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലേ? നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥയെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഷാജൻ സക്രിയെ പോലുള്ള ആളുകളുടെ കോൺഗ്രസിനെ ജയിപ്പിക്കാനായിട്ട് ഇത്ര മാത്രം ഇറങ്ങിത്തിരിച്ച് പോരാടിയ ഒരു കോൺഗ്രസ്സുകാരനാണ് ഷാജൻ സക്രിയ. അപ്പൊ അദ്ദേഹത്തിന് പോലും ഏത് വേദിയിലേക്ക് എത്താനായിട്ട് പറ്റിയില്ല, ഒരു പാസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വല്ലാതെ ദുഃഖവും വിഷമവും രേഖപ്പെടുത്തുന്നുണ്ടായി. അപ്പോൾ ഇത്തരം ആളുകളുടെ വിഷമവും ദുഃഖവും തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. അങ്ങനെ ദുഃഖവും വിഷമവും ഉള്ള ആളുകൾ റിനി ആൻഡ് ജോർജിനെ ഇത്ര കാലം റിനി ആൻഡ് ജോർജിനെ ചീത്ത വിളിച്ച് തെറിവിളി വിളിച്ച് നടന്ന ആളുകൾ റിനി ആൻഡ് ജോർജിന് സത്യപ്രതിജ്ഞാ വേദിയിൽ അല്ലെങ്കിൽ അത് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ശരിക്കും സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. ആ മാനസികാവസ്ഥ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ വിജിൻ മോഹൻ പോലുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താ? വിജിൻ മോഹൻ, സാധാരണ പ്രവർത്തകർക്ക് സത്യപ്രതിജ്ഞ നടക്കുന്ന പന്തലിലേക്ക് പ്രവേശനം ലഭിക്കാതിരുന്നപ്പോൾ പാർട്ടിക്കെതിരെ സംസാരിക്കുകയും പേരുദോഷമുണ്ടാക്കുകയും ചെയ്ത റിനി ആൻഡ് ജോർജ് എങ്ങനെ VIP പാസിൽ അവിടെ കയറിക്കൂടി? അതാണ് പ്രധാന പോയിന്റ്. സാധാരണ പ്രവർത്തകർക്ക്, ആർക്ക്? നമ്മളെ പ്രിയപ്പെട്ട ഷാജൻ സക്രിയെ പോലുള്ള സാധാരണ പ്രവർത്തകർക്ക് പോലും അവിടെ എത്താൻ പറ്റിയില്ല. പക്ഷെ റിനി ആൻഡ് ജോർജിന് എത്താൻ പറ്റി. അവിടെയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം, എങ്ങനെ ഇവർക്ക് ഈ VVIP അല്ലെങ്കിൽ ഈ VIP പാസ് കിട്ടി? എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാസ് അവർക്ക് ഏതൊക്കെയോ കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പിച്ചു കൊടുത്തത്? അപ്പൊ അവിടെ എന്തോ ഒരു രഹസ്യമുണ്ട്. ഇവർക്ക് എങ്ങനെയോ പാസ് കിട്ടി. കാരണം പാർട്ടിക്കെതിരെ ഇത്രയും പേരുദോഷം വരുത്തിയിട്ടുള്ള കുറച്ച് ദിവസം കോൺഗ്രസിനെ മുഴുവൻ അപവാദത്തിലേക്ക് തള്ളിവിട്ട ഒരു സ്ത്രീയാണ് ഈ റിനി ആൻഡ് ജോർജ്. അവർക്ക് എങ്ങനെ പാസ് കിട്ടി? ഏതെങ്കിലും രീതിയിലുള്ള രഹസ്യ ചാറ്റ് മുഖാന്തരമാണോ റിനി ആൻഡ് ജോർജിന് ആ VIP വേദിയിലേക്ക് സത്യപ്രതിജ്ഞ കാണാനെത്താൻ സാധിച്ചത്? തുടങ്ങിയ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രസക്തി ഉണ്ട് കേട്ടോ. ഏതെങ്കിലും രീതിയിലുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമായിട്ടാണോ റിനി ആൻഡ് ജോർജിന് ഈ പാസ് തരപ്പെട്ട് കിട്ടിയത്, അല്ലെങ്കിൽ ആരെങ്കിലും തരപ്പെടുത്ത് കൊടുത്തത്? ഗൗതം, റിനി ആൻഡ് ജോർജിന് പാസ് കിട്ടിയെന്ന് പറയുമ്പോൾ റിനി ആൻഡ് ജോർജ് ഇതിന് ശേഷം മാധ്യമങ്ങൾ റിനി ആൻഡ് ജോർജിനെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. റിനി പറഞ്ഞത് എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ രണ്ട് കമ്പാരിസൺ പറയുകയാണ്. രാഹുൽ മാങ്കുടത്തിനോടും ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. അവർ ചോദിക്കുമ്പോൾ രാഹുലിനെ ആര് ക്ഷണിച്ചു, എങ്ങനെ സത്യപ്രതിജ്ഞാ വേദിയിൽ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും CM നേരിട്ട് വിളിച്ചിട്ടുണ്ട്. ആ 3.5 കോടിയിൽ ഞാൻ ഉള്ളത് കൊണ്ട് CMന്റെ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. പിന്നെ XMLAയുടെ ഒരു പാസും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വേദിയിൽ ഇരിക്കാൻ പറ്റി. എന്നിട്ടും ഒരുപാട് പിന്നിലായിരുന്നു അദ്ദേഹം. റിനി ആൻഡ് ജോർജിനോട് ഇതേ ചോദ്യം തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എങ്ങനെ വന്നു, എന്തിനു വേണ്ടിയിട്ട് വന്നു? അവർ പറയുന്നു, ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച MLA ആണ്, എൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ MLA ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ കാണാൻ ഞാൻ രാവിലെ ഉറക്കമില്ലാണ്ട് CM ആകുമോ ഇല്ല എന്നുള്ളതിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ
ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അദ്ദേഹം CM ആവില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി കരഞ്ഞു പിഴിഞ്ഞ് വന്ന ഒരു അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത വിഷമം സഹിച്ച ഒരു മനുഷ്യത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചത്. അതിനുശേഷം അവർ പറയുന്നുണ്ട് സത്യപ്രതിജ്ഞാവേദിയിൽ വെച്ചിട്ട് അദ്ദേഹം കണ്ടു ഈ എൻ്റെ എന്ന് പറയുന്ന വേർഡ് അവർ ഒരുപാട് തവണ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓക്കെ എൻ്റെ MLA ആണ്, എൻ്റെ ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച MLA ആണ്. പക്ഷെ ഈ ഞാൻ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച MLAക്ക് വേണ്ടിയിട്ടല്ല ഇവര് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. PD സതീശന്റെ എതിർ സ്ഥാനാർത്ഥിയായ ടൈസൺ മാസ്റ്റർക്ക് വേണ്ടിയിട്ട് പ്രചരണ വേദിയിൽ കലാശക്കൊട്ടിനിടയിലും റിനി ആർമാദിക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു. ഫുൾ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അതിന്റെ. ശരി, അതിവിടെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു വലിയ കുഴപ്പം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ധാരണകൾക്ക് സംഭവിക്കുന്ന കുഴപ്പമാണ്. അതായത് റിനി ആൻ ജോർജ് അങ്ങനെ അവരുടെ തന്ത ആരാണെന്ന് നമുക്കറിയാം, ഫാദർ ആരാണെന്നുള്ളത് അറിയാം. അയാള് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററൊക്കെ ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബവുമായിട്ടുള്ള ഒരു പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ് റിനി ആൻ ജോർജ്. അവരുമായിട്ടും സൗഹൃദമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ടൈസൺ മാസ്റ്റർ അല്ലെങ്കിൽ ആ പാർട്ടി ഇവരെ ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവർ പോയതാകാം. സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല, നമ്മൾക്കൊരു അങ്ങനെ പോയതായിരിക്കാം. പക്ഷെ അവര് പേഴ്സണലി വോട്ട് ചെയ്തത് VD സതീശനാകാം. എന്താണ് ആയിരിക്കാം. പക്ഷെ ഒരുപാട് കോൺഗ്രസിനെതിരായിട്ട് നടന്ന അല്ലെങ്കിൽ CPM-ന്റെ പല വേദികളിലും നിറസാന്നിധ്യമായിരുന്നു ഇവര്. കോൺഗ്രസിന് എതിരായിട്ട് എവിടെയാണ് റിനി ആൻ ജോർജ് കോൺഗ്രസിനെതിരായിട്ടായിരുന്നു. കോൺഗ്രസിന്റെ ഐഡിയോളജിക്കെതിരായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി തന്നെ മോശമാണ്, ഈ പാർട്ടിയെ BJP ഒക്കെ പറയുന്ന പോലെ പിഴുതെറിയേണ്ടതാണ്, കോൺഗ്രസ് മുക്ത ഭാരതമാണെന്ന് എവിടെയാണ് റിനി ആൻ ജോർജ് പറഞ്ഞിട്ടുള്ളത്? പിഴുതെറിയണം എന്ന് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെതിരെ വന്നിട്ടുണ്ട് അവര്. ടീച്ചർക്കെതിരെ വന്ന അലിഗേഷനിൽ അവര് കൃത്യമായിട്ടും വന്നിട്ട് ശൈലജ ടീച്ചർക്കും ഷൈൻ ടീച്ചർക്കും ഒപ്പം വേദി പങ്കിട്ടുകൊണ്ട് ഈ സ്ത്രീ പീഡകർക്കെതിരെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീ പീഡകർക്കെതിരെ സംസാരിക്കുന്നതൊക്കെ, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഒരു മനുഷ്യനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് പോലും പറയാണ്ട് ഒളിയുദ്ധം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത് പ്രേക്ഷകരോടും ഐശ്വര്യയോടും ബഹുമാനപൂർവ്വം ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെതിരെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവനെ പിണറായി വിജയൻ ആക്കരുത്. പിണറായി വിജയന് ഒരുപാട് അടിമകളുണ്ട്. നിരവധിയായിട്ടുള്ള അടിമകളാണ് പിണറായി വിജയനെ ഇന്ന് ഈ ഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ദയവായിട്ട് പിണറായി വിജയൻ ആക്കരുത്. അവൻ ഒരുപാട് അടിമകളുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആർക്ക്? രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കോൺഗ്രസിൽ തന്നെ എത്ര സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്? ഉമാ തോമസ് വന്നിട്ടുണ്ട്, KK രമ വന്നിട്ടുണ്ട്, ഷാനിമോൾ ഉസ്മാൻ രംഗത്ത് വന്നിട്ടുണ്ട്, ലതിക സുഭാഷ് വന്നിട്ടുണ്ട്, ശോഭന ജോർജ് വന്നിട്ടുണ്ട്, സ്നേഹ RV വന്നിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞതെന്താ? ഇവരൊക്കെ കോൺഗ്രസിലെ സ്ത്രീകളാ, ആ പാർട്ടീനെ വിശ്വസിക്കുന്ന, ആ ഐഡിയോളജിയെ വിശ്വസിക്കുന്ന ആളുകളാ. ഇവരൊക്കെ കോൺഗ്രസിനെതിരെയാണോ സംസാരിച്ചത്? കോൺഗ്രസിനെതിരെയല്ല. ഉമാ തോമസ് എന്ന് പറയുന്ന ഞാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആ ഒരു നേതാവ് കോൺഗ്രസിനെതിരെയാണോ സംസാരിച്ചത്? KK രമ കോൺഗ്രസിനെതിരെയാണോ സംസാരിച്ചത്? ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിനെതിരെയാണോ സംസാരിച്ചത്? ലതിക സുഭാഷ് കോൺഗ്രസിനെതിരെയാണോ സംസാരിച്ചത്? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹത്തിന്റെ അടിമകളായിട്ടുള്ള കുറെ അധികം ഫാൻസുകാരെ തൃപ്തിപ്പെടുത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്നത് കോൺഗ്രസിനെതിരെ സംസാരിക്കുകയാണെന്ന് ദയവ് ചെയ്തിട്ട് പറയരുത് എന്നുള്ളത് ഒരു വളരെ പറയുകയാണ് ഗൗതം. നിങ്ങൾ ദയവ് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പിണറായി വിജയൻ ആക്കരുത്. എനിക്കത് ഒരു അപേക്ഷയാണത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും പിണറായി വിജയൻ ആവില്ല. രാഹുലിനെതിരെ ഇത്രയും സ്ത്രീകള് അല്ലെങ്കിൽ ഇത്രയും ആളുകൾ സംസാരിച്ചു എന്ന് ഗൗതം തന്നെ പറയുന്നു. പിണറായി വിജയനെതിരെ ഒരുത്തനും വാ തുറക്കില്ല. അങ്ങനെയുള്ള പിണറായി വിജയൻ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതും അയാൾക്കെതിരെ പരാതി കൊടുക്കുന്നതും ഒന്നും നമ്മൾ എതിർത്ത് പറയുന്നില്ല. റിനി ആൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു പേര് ഒരിടത്തും വേണ്ടിയിട്ടില്ല. രാഹുലാണ് എന്ന് ക്ലിയർ ആവുന്ന രീതിയിൽ ആരോപണം ഉന്നയിച്ചു. പക്ഷെ അവർക്ക് പരാതിയില്ല. എന്തുകൊണ്ട് അവർ പരാതി കൊടുത്തില്ല? ഒരാൾ അവരെ ബെഡ്റൂമിലേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നു, അതിന് ആരോപണം ഉന്നയിക്കുന്നു. ഒരുപാട് സ്ത്രീകളെ അയാൾ ഉപദ്രവിച്ചതായിട്ട് അറിയാമെന്ന് പറയുന്നു. പക്ഷെ അവർക്ക് പരാതിയില്ല. അവർക്ക് സാക്ഷി പറയാൻ താല്പര്യമില്ല. ഒന്നുമില്ല. പറയണമല്ലോ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവുള്ളതാണെങ്കിൽ ഗൗതമിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ധൈര്യമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിക്കുക ചെയ്യുന്നത് ഈ ക്യാമറ നോക്കിയിട്ട്
റിനി ആൻഡ് ജോർജിനെതിരെ ഡിഫമേഷൻ കേസ് പരാതി കൊടുക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അവന് ധൈര്യമുണ്ടോ? എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് കൊടുക്കാൻ ധൈര്യമില്ലാത്തത്? മറ്റു പലതും പുറത്തു വരുമെന്നുള്ള ഭയം കാരണമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫമേഷൻ കേസ് കൊടുത്തിട്ടില്ല എങ്കിൽ റിനി ആൻഡ് ജോർജ് രാഹുലിനെതിരെ പരാതി കൊടുക്കാത്ത എന്താണെന്നുള്ള ചോദ്യം ഗൗതം വിഴുങ്ങിക്കളയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് പരാതിയാണ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ മാത്രം യുവനടി എന്നുള്ള ലേബലിൽ നമ്മൾ പുറത്തിറങ്ങിയ പേരാണ് റിനി ആൻഡ് ജോർജ്. അതിനു മുമ്പ് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പേര് കേരളത്തിൽ ആരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പേര് പുറത്തിറങ്ങിയത് രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച യുവതി എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കേസിൽ അവർ സാക്ഷിയാണോ? അവര് ഏതെങ്കിലും രീതിയിൽ ഈ ആരോപണങ്ങൾ കുറെ ഉന്നയിച്ച് പടക്കത്തിന് തിരി കൊളുത്തി വിട്ടതല്ലാണ്ട് അവര് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്ന അലിഗേഷൻ എന്താണ്? അവർക്ക് എന്തുകൊണ്ട് പരാതി കൊടുക്കാൻ പറ്റില്ല? അവരെന്താണ് പറഞ്ഞത്? അവരെ ബെഡ്റൂമിലേക്ക്, അവരെ ഒരു ഹോട്ടൽ റൂമിലേക്ക് രാഹുൽ ക്ഷണിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ക്ഷണിച്ച ഒരാളാണെങ്കിൽ ചോദിക്കട്ടെ, അങ്ങനെ ക്ഷണിച്ച എന്നെ ഒരാളങ്ങനെ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ അവിടെ കൊണ്ട് കട്ട് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അയാൾക്കെതിരെ മൂവ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷവും 12 മണി പാതിരാത്രിക്ക് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് ഇതേ റിനി ആൻഡ് ജോർജ് അയച്ച മെസ്സേജുകളുടെ കാര്യം കൃത്യമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അത് സെറ്റാണെങ്കിൽ പ്ലീസ് കം ടു സീക്രട്ട് ചാറ്റ് എന്നാണ് പറഞ്ഞത് ടെലിഗ്രാമില്. 12:30 മണിക്ക് ഒരാളെ സീക്രട്ട് ചാറ്റിന് വേണ്ടി ക്ഷണിക്കുന്ന, അതും തന്നെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ച ഒരാളെ ഇങ്ങനെ ഇത്തരത്തില് കണ്ടിന്യൂസ്ലി ചാറ്റ് ചെയ്യും. അങ്ങനെ ക്ഷണിച്ച മോശപ്പെട്ട രാഹുലിനെ പോലെ ഒരാളെന്ന് അവർ പറയുന്ന പോലെ മോശപ്പെട്ടതാണെങ്കിൽ മോശപ്പെട്ട രാഹുലിനെ പാതിരാത്രി മൊത്തം ഇരുന്ന് ചാറ്റ് ചെയ്യും, സീക്രട്ട് ചാറ്റിന് വേണ്ടി ക്ഷണിക്കുകയൊക്കെ ചെയ്യും ഒരു പെണ്ണ്. അങ്ങനെ ഒരു കാര്യം, ഇതൊരു വലിയ ആരോപണം തന്നെയാണ്. ഇങ്ങനെ ഒരു ആരോപണം ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞിട്ട് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് ഡിഫമേഷൻ കൊടുത്തോ? അതായത് അല്ല ന്യായീകരണം എന്ന് പറയുന്നത് മനസ്സിലായി. അതായത് സീക്രട്ട് ചാറ്റിൽ വരെ രാഹുലുമായിട്ട് സംഭാഷണം നടത്തുന്ന ഒരാള് രാഹുൽ ചിലപ്പം ഹോട്ടലിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാക്കിയിട്ട് കാണേണ്ടതില്ല. അങ്ങനെയല്ല, രാഹുല് അങ്ങനെ വിളിച്ചത് ഒരു പ്രശ്നം തന്നെയാണ്. ആസ് എ ലേഡി എന്റെ അടുത്ത് ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യും. അവിടെ കൊണ്ട് എനിക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ കട്ട് ചെയ്ത് വിടും. ഒരു ഉദാഹരണം, അയാളോട് പിന്നെ ഒരിക്കലും ഞാൻ ചാറ്റ് ചെയ്തിട്ട് അയാളോട് സീക്രട്ട് ചാറ്റിൽ വരാൻ പറയില്ല. ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പൊ ഞാനും വേറൊരു പെൺകുട്ടിയും സ്ഥിരമായിട്ട് സീക്രട്ട് ചാറ്റിൽ സംസാരിക്കുന്നതാണ് എന്ന് വിചാരിക്കുക. നമ്മൾ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ ഒരു ഘട്ടം എത്തിയപ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുകയാണ്. പക്ഷെ ഇത് ആ പെൺകുട്ടിക്ക് ഇഷ്ടമായില്ല. ഞാൻ ചെയ്തത് വളരെ മോശപ്പെട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ആ പെൺകുട്ടിയുടെ അഭിപ്രായം. ഇവരിത് പബ്ലിക്കലി പറഞ്ഞു, ഇവന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇത് വളരെ മോശമാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നീ ഇമാതിരി വൃത്തികേട് ചെയ്യരുത്, നമ്മൾ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ ആരാണ് ശരി, ഞാനാണോ ആ പെൺകുട്ടിയാണോ? ഗൗതം പറഞ്ഞ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഗൗതം ഇത്തരത്തില് പറഞ്ഞ കഥ വെച്ചിട്ടാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കും. പക്ഷെ ഇതിന് ശേഷവും ഗൗതം ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ ക്ഷണിച്ചതിന് ശേഷം ആ പെൺകുട്ടി സ്ഥിരമായിട്ട് ഗൗതമായിട്ട് ചാറ്റ് ചെയ്യുന്നു, സീക്രട്ട് ചാറ്റിന്. അതിനുശേഷവും ഗൗതമിനെ വിളിക്കുന്നു. അപ്പൊ അത് ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് അത്രയും ഗൗതം മോശം കഴിഞ്ഞാൽ ഗൗതമിനെ കട്ട് ഓഫ് ചെയ്ത് വിടല്ലേ. ഒരു കാര്യം എനിക്കിതില് ചെറിയൊരു വിശദീകരണം വേണം, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. ഇത് പറഞ്ഞതിന് ശേഷവും, അതായത് ഹോട്ടലിലേക്ക് വരൂ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് പറഞ്ഞതിന് ശേഷവും ആ പെൺകുട്ടി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് നമുക്കറിയോ? റിനി ആൻഡ് ജോർജ് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത്? ഫോർ എക്സാമ്പിൾ ഒരു കാര്യം കൂടി ഞാൻ അവിടെ പറയാം. ഞാൻ ഹോട്ടലിലേക്ക് വിളിക്കുന്നു ഒരു പെൺകുട്ടിയെ. ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല വരാനായിട്ട്. പക്ഷെ വീണ്ടും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാം. അപ്പൊ പെൺകുട്ടി പറയാം, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ നിർത്തി പൊക്കോളൂ. വീണ്ടും ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ്. വരൂ ഹോട്ടലിലേക്ക് എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ട് ഞാൻ വീണ്ടും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും രാഹുലെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് വേറൊരു രീതിയിലേക്ക് സംഭാഷണം നടത്താം. പക്ഷെ ഞാൻ വീണ്ടും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അടി കൊടുക്കാനുള്ള ഗട്സ് ഇല്ലാത്ത പെണ്ണാണ് റിനി ആൻഡ് ജോർജ് എന്ന് തോന്നുന്നില്ല. വീണ്ടും ഞാൻ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ ആരാ പ്രശ്നക്കാരൻ? ഗൗതം തന്നെയാണ് പ്രശ്നക്കാരൻ. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുലാണ് പ്രശ്നക്കാരൻ. പക്ഷെ ആ രാഹുലിനെ എതിർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റിനി പ്രശ്നക്കാരി തന്നെയാണ്. ഗൗതം പറഞ്ഞ കഥയും രാഹുലിന്റെ കഥയും തമ്മിലുള്ള വ്യത്യാസം എവിടെയാന്ന് വെച്ചാൽ, റിനിയെ ഇതുപോലെ ഹോട്ടൽ റൂമിലേക്ക് ക്ഷണിച്ചതിന് ശേഷമാണ് അവർ ഈ ചാറ്റ് തുടർന്നിരിക്കുന്നത്. ആ ചാറ്റ് ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായിട്ടും പറയുന്നുണ്ട്,
അവർ തമ്മിൽ സൗഹൃദപരമായിട്ട്, സൗഹൃദത്തിനപ്പുറത്തേക്ക് ഉള്ള ചാറ്റുകൾ ഞാൻ പുറത്ത് വിടാൻ റെഡിയാണ് എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ പറയുന്ന റിനിയാൻ ജോർജ് എന്തുകൊണ്ടാണ് ഡിഫൈം ചെയ്യാത്തത്? ഗൗതം വിളിച്ചതുപോലെ ഒരു ലേഡി എന്നോടാണെങ്കിൽ, ഗൗതം വിളിച്ച കുട്ടീനെ എനിക്കറിയില്ല, എന്നോടാണ് ഒരാൾ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്, എനിക്കതിന് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. ഗൗതം പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും എന്നെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ചെപ്പ നോക്കി ഒരെണ്ണം കൊടുക്കാനുള്ള ഗട്സ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്കുണ്ട്. അങ്ങനെ വിളിച്ച് കട്ട് ചെയ്ത് വിടാനുണ്ട്, അല്ലെങ്കിൽ അയാളെ കട്ട് ഓഫ് ചെയ്ത് എന്റെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റാനും പറ്റും. ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ അത് റിനി ചെയ്യാത്തതാണ് തെറ്റായി പോയത്. ഉറപ്പായിട്ടും റിനി അതിന് ശേഷവും റിനി അടിക്കണം എന്നോ വേറെ ഒന്നും അല്ല പറയുന്നത്. റിനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാൾ റിനിയെ അങ്ങനെ ക്ഷണിച്ചു, റിനിക്ക് ഇഷ്ടമില്ല എന്ന് റിനി പറഞ്ഞിട്ടും വീണ്ടും അയാൾ ശല്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളെ കട്ട് ഓഫ് ചെയ്യാം. അതിൽ ബ്ലോക്ക് ബട്ടൺ അടിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ റിനിയാൻ ജോർജ് തുടക്കത്തിൽ ഇത് എനിക്ക് തോന്നുന്നു മനോരമയിലെ ഏതൊരു ഓൺലൈൻ റിവ്യൂലാണ് ഇവർ ഇത് പറഞ്ഞത്. പേരെടുത്ത് പറയാതെ, രാഹുൽ എന്ന് പേരെടുത്ത് പറയാതെ ഒരു പൊളിറ്റിക്കൽ നേതാവ് ഇത്തരത്തിലുള്ള പെരുമാറിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. പിന്നീട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇയാൾ നല്ല ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഇങ്ങനെ ആകി തീരത് അയാൾ നന്നാകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്നുകൂടി അവര് പറഞ്ഞിട്ടുണ്ടായി. നിങ്ങൾ യഥാർത്ഥത്തിൽ UDF കിട്ടിയിരിക്കുന്ന ഈ 102 എന്ന് പറയുന്ന സീറ്റ് ഉണ്ടല്ലോ, റിനിയാൻ ജോർജിന് കൂടി നിങ്ങൾ നന്ദി അറിയിക്കണം കേട്ടോ. എന്ത് കാര്യത്തിന്? റിനിയാൻ ജോർജ് കൂടി കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിന് ഈ വിജയം നേടാൻ പറ്റിയത് എന്തുകൊണ്ടാ? നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഉണ്ടായിരുന്നില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നില്ല, പല നേതാക്കൾക്കും ഉണ്ടായിരുന്നില്ല. അവരുടെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ് അവർ ആ സമയത്ത് എടുത്ത നിലപാട്? പിണറായി വിജയനെ പോലെ, ഗണേഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളെ സംരക്ഷിക്കുന്നത് പോലെ ഒരു നിലപാടായിരുന്നു VD സതീശനും ഈ രമേശ് ചെന്നിത്തല പോലുള്ള മുതിർന്ന നേതാക്കൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും, എന്ത് ഇമേജ് ആയിരിക്കും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാവുക? നിങ്ങൾ പറയുന്ന ഈ നിലപാടിന്റെ രാജകുമാരനായിട്ടുള്ള VD സതീശൻ അന്ന് എടുത്ത നിലപാട് കൂടി, അതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഈ വിജയം കിട്ടിയിരിക്കുന്നത്. UDF മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഐശ്വര്യ, ഞാൻ വളരെ ബഹുമാനപൂർവ്വം പറയുന്നത്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പിണറായി വിജയൻ ആക്കരുത്. ഗൗതത്തിന്റെ ബഹുമാനം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് മാനിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പറയട്ടെ. റിനിയാൻ ജോർജിന് ഏത് രീതിയിലും നന്ദി പറയണമെന്ന ഗൗതം പറയണേ. റിനിയുടെ പരാതിയുടെ പുറത്താണോ രാഹുലിനെ പുറത്താക്കിയത്? അല്ലല്ലോ, അതിജീവിതകൾ പരാതി കൊടുത്തു എന്നുള്ളതിന്റെ രീതിയിലല്ലേ തുടക്കം കുറിച്ചു എന്ന് വെച്ചാൽ തുടക്കം കുറിച്ച ആളോട് പിന്നീട് ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് എനിക്ക് പരാതിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നന്മമരമാണോ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നന്മമരം എന്ന് പറയുന്നുള്ള ഒരു കോഴി ഇമേജ് എന്തായാലും ഉണ്ട്. ഈ നിലപാടുകളുടെ രാജകുമാരനായിട്ട് VD സതീശൻ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ രാഹുലിനെതിരെ എടുത്ത കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ്. പക്ഷെ അതിൽ റിനിക്കും നന്ദി പറയണമെന്ന് ഗൗതം പറയുന്നതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ആർക്കെങ്കിലും എതിരെ ആരോപണം പറയാം, അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൗതം ഇവിടെ ഇരുന്ന് വെല്ലുവിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫമേഷൻ കേസ് കൊടുക്കാത്ത എന്താണെന്ന്. എന്തുകൊണ്ട് റിനി പരാതി കൊടുക്കുന്നില്ല? റിനി പേരെടുത്ത് പറയുന്നില്ല. എപ്പോഴെങ്കിലും റിനി രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് റിനി പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പേര് റിനി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റിനി പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ രാഹുൽ ഡിഫമേഷൻ കൊടുക്കും? ഷഹനാസിനെതിരെ, രാഹുലിന്റെ പേരെടുത്ത് പറഞ്ഞ ഷഹനാസിനെതിരെ കോൺഗ്രസ് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കിയ, രാഹുൽ മാങ്കൂട്ടത്തിന് ഡാമേജ് ഉണ്ടാക്കിയ ഒരു സ്ത്രീക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കുഴപ്പമില്ല. കുഴപ്പം മൊത്തം അദ്ദേഹത്തെ പിന്താങ്ങി നടക്കുന്ന പിണറായി വിജയന്റെ അടിമകളെ പോലുള്ള ആളുകൾക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്താങ്ങി നടക്കുന്ന അടിമയൊന്നും അല്ല ഗൗതം. ഐശ്വര്യാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നാട്ടിലുണ്ട്. രാഹുൽ അല്ല ഗൗതം, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ഈ തരുന്ന ബഹുമാനം ഞാൻ അർഹിക്കുന്നില്ല. കാരണം റിനി ജോർജിനൊപ്പം നിൽക്കാനുള്ള മാനസിക പക്വത എനിക്ക് എന്തായാലും ഇല്ല. ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒരു ബന്ധത്തിന് പീഡനമാക്കി മാറ്റുന്ന ഒരു അതിജീവിതകൾക്ക് കൂടെയും ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ബഹുമാനം എനിക്ക് ആവശ്യമില്ല. അത് വേറൊരു വിഷയമാണ്. വെള്ള പൂശാൻ നോക്കുന്നുമില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗികമായിട്ടുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ രണ്ടുപേരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു ബെഡ്റൂമിൽ പോവുകയോ അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിൽ പോവുകയോ നിന്നിട്ട് നിങ്ങൾ അവിടുന്ന് ചെയ്യുന്ന എന്ത് കാര്യവും അത് കൺസെന്റോട് കൂടിയിട്ടുള്ളതാണ്. അതാണ് കോടതി പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഞാൻ അതിനൊപ്പമാണ്. ഞാൻ അതല്ല പറഞ്ഞത്, അതിനെക്കുറിച്ചേ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടെ അനാവശ്യമായിട്ട് റിനി ആൻഡ് ജോർജിനെ
എന്തിനാണ് ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ റിനിയ ജോർജിനെ ആക്രമിക്കുന്നു എന്ന് ഗൗതം പറഞ്ഞു. ഗൗതം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ ഷാജൻ സ്കറിയെ പോലെ പണിയെടുത്ത ആളുകൾക്ക് പോലും അകത്തേക്ക് കയറാൻ പറ്റില്ല. അതിന്റെ മനുഷ്യനെ മാറ്റി നിർത്തൂ. അദ്ദേഹത്തിന് പാസ് കൊടുക്കാത്തതും കൊടുക്കാതിരിക്കുന്നതും ഒന്നും നമ്മുടെ പ്രശ്നമല്ല. അതിലേക്ക് ഞാൻ അഭിപ്രായം പറയാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് മാറ്റി വെക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച തല്ലുകൊണ്ടിട്ടുള്ള, ഇഷ്ടം പോലെ ജയിലിൽ കിടന്നിട്ടുള്ള, അല്ലെങ്കിൽ ലാത്തി ചാർജ് കൊണ്ടിട്ടുള്ള ഒരുപാട്, നിഖിൽ പൈലിയെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടാത്ത പ്രിവിലേജ് റിനി ആൻ ജോർജിന് കിട്ടുമ്പോൾ കൃത്യമായിട്ടും ആ ചോദ്യം ഉയർന്നു വരും. ഗൗതം, ഞാനത് തുടക്കത്തിലേ പറഞ്ഞു. പത്മനാഭന്റെ മണ്ണിൽ എന്റെ ശ്രീ പത്മനാഭൻ വാഴും എന്നൊരു പെണ്ണ് എഴുതി വെക്കുമ്പോ അതൊക്കെ ഓക്കെ, അവരുടെ എല്ലാ പോസ്റ്റുകളും നമുക്ക് എഴുതാം. അവർക്ക് അതിനപ്പുറത്തേക്ക് അവർക്ക് അത്രയും ഇഷ്ടവും താല്പര്യവും ആത്മപരമായിട്ടുള്ള ബന്ധവും പേഴ്സണൽ ബന്ധവും വി ഡി സതീശനുമായിട്ട് ഉണ്ടാകും. മുഖ്യമന്ത്രിയായിട്ട് അത്രയും ബന്ധമുണ്ട് എന്ന് അവർ പറയുന്നതൊക്കെ ഓക്കെ. പക്ഷെ VVIP പാസ് കിട്ടി ഇവരകത്ത് കയറിയത് എങ്ങനെയെന്ന് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചാൽ അവരെങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള, കേരളം മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എങ്ങനെ റിനി ആൻ ജോർജ് ആ വേദിയിലേക്ക് എത്തി. ഇത്രയും അടി കൊണ്ടിട്ടുള്ള, പിണറായിക്കെതിരെ ചീത്തവിളിയും അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എതിർത്തിട്ടുള്ള കുറെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, സാധാരണമായിട്ടുള്ള ആളുകൾ. അവർക്ക് ഞാൻ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു. ആ സൈക്കോളജിയും ആ ഒരു മാനസികാവസ്ഥയും മനസ്സിലാക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റിനി ആൻ ജോർജ് എതിർത്ത് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പാർട്ടിയെ എതിർക്കുകയാണെന്ന് ഇങ്ങനെയാ നിങ്ങൾ പറയുന്നത്? കോൺഗ്രസ് പാർട്ടിയെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണോ കോൺഗ്രസ് പാർട്ടി? ഇവരാണോ കോൺഗ്രസ് പാർട്ടി? രാഹുൽ മാങ്കൂട്ടത്തിലിനെ എപ്പോഴാണ് റിനി ആൻ ജോർജ് എതിർത്തിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു പേര് ഇത്രയും നാളുകൾക്കിടയിൽ പറയാൻ പോലും ധൈര്യമില്ലാത്തൊരു ഭീരുവാണ് റിനി ആൻ ജോർജ്. പിന്നെ അവർക്കെതിരെ ഡിഫമേഷൻ കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. റിനി ആൻ ജോർജ് രാഹുലിന്റെ പേര് പറഞ്ഞെങ്കിൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിർക്കുന്നത്, കോൺഗ്രസിനെ എതിർക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനത്തെ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. റിനി ആൻ ജോർജ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ രാഹുലിന്റെ പേര്? രാഹുൽ എന്ന് പറയുന്ന ഒരു പേര് രാഹുൽ എന്ത് പറഞ്ഞിട്ട് ഡിഫമേഷൻ ഫയൽ ചെയ്യണം? രാഹുലിന്റെ പേര് പറയാൻ പോലും ധൈര്യമില്ലാത്ത ഒരു ഭീരുവിനെതിരെ രാഹുലിന്റെ പേര് ഇതുവരെ അവർ പറഞ്ഞിട്ടുണ്ടോ? അവർ ആ ഡിഫമേഷൻ ഭയക്കുന്നത് കൊണ്ടാവണല്ലോ ഒരു സ്ഥലത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു പേര് പറയാത്തത്. ഞാനെതിരിന്റെ കൂടെ പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനൊപ്പമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം അന്ന് എടുത്ത നിലപാട് എന്താണ്? സ്ത്രീകളെ ആരൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു, സ്ത്രീകളെ ആരൊക്കെ വേണ്ടാത്ത രീതിയിൽ എതിർക്കുന്നു, അവർക്കൊപ്പമല്ല ഞാൻ, അവർക്കൊപ്പമല്ല കോൺഗ്രസ് പാർട്ടി എന്ന നിലപാടാണ് ആ മുഖ്യമന്ത്രി. ഈ നിലപാടിനോടൊന്നും യാതൊരു വിയോജിപ്പും ഇല്ല. നിങ്ങളാണിത് എങ്ങനെയെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ചോദ്യം. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മാത്രമാണ് നമ്മുടെ സബ്ജക്ട്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടി എതിർത്തു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിഫമേഷൻ കൊടുത്തില്ല, അത്തരം ചർച്ചകളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ വിഷയം. പാർട്ടിക്കെതിരെ സംസാരിക്കുകയും പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്ത റിനി ആൻ ജോർജിനെ എങ്ങനെ VIP പാസിൽ അവിടെ കയറിക്കൂടി എന്നാണ് ഈ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വിജിൽ മോഹൻ ചോദിക്കുന്നത്. അതിന് വിജിൽ മോഹനാണ് ഉത്തരം പറയേണ്ടത്. വിജിൽ മോഹൻ എന്ന് പറയുന്നത് ഐശ്വര്യ പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയുന്ന കുറെ അധികം കോൺഗ്രസ് പ്രവർത്തകരുണ്ടെന്നേ. എന്തൊരു കഷ്ടാണിത്. റിനി ആൻ ജോർജ് പാർട്ടിക്കെതിരെയാണോ സംസാരിച്ചത്? അല്ലെങ്കിൽ അവർ പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു നിലപാടുണ്ടല്ലോ, ഈ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വിജിൽ മോഹനൊക്കെ സ്വീകരിക്കുന്ന നിലപാട് വളരെ ബഹുമാനത്തോടു കൂടി പറയട്ടെ, കഷ്ടകരമാണ്. ജി സുധാകരനെ കുലംകുത്തിയാണ്. ജി സുധാകരൻ പാർട്ടിക്കെതിരെയാണോ സംസാരിച്ചത്? പാർട്ടിക്കെതിരെയാണോ? ഞാൻ അടിയുറച്ച TK ഗോവിന്ദൻ പാർട്ടിക്കെതിരെയാണോ സംസാരിച്ചത്? ഒരിക്കലും അല്ല. അയാൾ എന്താണ് ചെയ്തത്? വർഗശത്രു, കുലംകുത്തി, ഇയാൾക്ക് വോട്ടില്ല. ഈ രീതിയിലുള്ള നിലപാടാണ് ഈ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പോയിട്ടുള്ള വിജിൽ മോഹനൊക്കെ സ്വീകരിക്കുന്നത്. തെറ്റാണ്. റിനി ആൻ ജോർജ് പാർട്ടിക്കെതിരെ അല്ല സംസാരിച്ചത്, കോൺഗ്രസിനെതിരെ അല്ല സംസാരിച്ചത്. റിനി ആൻ ജോർജ് സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് അല്ല സംസാരിച്ചു. നമുക്കറിയാലോ, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആർക്കെതിരെയാണ് അവർ പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ അവര് സംസാരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലല്ല കോൺഗ്രസ് പാർട്ടി, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്
പിണറായി വിജയനാണ് CPM എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കോൺഗ്രസ് എന്ന് പറയുന്ന തെറ്റായ ധാരണ ഈ നാട്ടിലെ കുറെ കോൺഗ്രസ് പ്രവർത്തകര് കൊണ്ടു നടക്കുന്നുണ്ട്, അടിമകളായിട്ടുള്ള കുറെ കോൺഗ്രസ്സുകാര്. അപ്പോ ദയവ് ചെയ്തിട്ട് അത് മാറ്റുക. യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക്, സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആ മാതൃകയാണ്, അങ്ങനെ ചെയ്യരുത് എന്നാണ് പൂക്കി മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ, ജനങ്ങൾ മുഴുവൻ ഇന്ന് നെഞ്ചേറ്റുന്ന VD സതീശൻ നമുക്ക് കാണിച്ചിരുന്ന ഉദാത്തമായിട്ടുള്ള ഒരു മാതൃക എന്ന് പറയുന്നത്. മറ്റൊരു മാതൃക കൂടി അദ്ദേഹം കാണിച്ചു തന്നു. നിങ്ങളെ എതിർക്കുന്നവരെ, നിങ്ങളുടെ നിലപാടിനെ എതിർക്കുന്നവരെ കൂടി നിങ്ങൾ ചേർത്ത് നിർത്തണം എന്ന വളരെ ഉദാത്തമായിട്ടുള്ള വലിയ മാതൃകയാണ് VD സർക്കാർ കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ആ സത്യപ്രതിജ്ഞാ വേദിയിൽ പിണറായി വിജയന്, പ്രതിപക്ഷ നേതാവിനൊരു സീറ്റ് ഉണ്ടായത്, രാജീവ് ചന്ദ്രശേഖരന്, BJP സംസ്ഥാന പ്രസിഡന്റിന് ഒരു സീറ്റ് ഉണ്ടായത്, ബിനോയ് വിശ്വത്തിന്, ഗോവിന്ദ മാഷിന്, ഇവർക്കൊക്കെ ഒരു സീറ്റ് ഉണ്ടായത്. ഇവരൊക്കെ നിലപാടുപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് വിയോജിച്ച് നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ അവരെ കൂടി വെറുപ്പിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തേണ്ടവരല്ല, അവരെ കൂടി ചേർത്ത് നിർത്തേണ്ടതാണ് എന്ന് പറയുന്ന ഒരു വലിയ ഉദാത്തമായിട്ടുള്ള മാതൃക കോൺഗ്രസ് പാർട്ടിയുടെ, ഇന്ത്യയുടെ ഒരു വലിയ മാതൃകയാണ് VD സർക്കാരിന്റെ ആ സത്യപ്രതിജ്ഞ വേദിയിൽ നമ്മൾ കണ്ടത്. അതൊരു വലിയ പോസിറ്റീവ് ഗസ്റ്ററാണ്. ഇത് തിരിച്ചറിയാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ചിന്തിക്കുന്ന വിഡ്ഢികളായിട്ടുള്ള കുറെ അടിമകളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ കാണിക്കണം. ഏത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കോൺഗ്രസ് എന്ന് വിചാരിക്കുന്ന ആളുകൾ മാത്രം ചിന്തിച്ചാൽ മതി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ വിജിൽ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഗൗതം പറയുന്നത് എന്ന് വെച്ചാല്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ പോസ്റ്റ് എഴുതിയത് എനിക്ക് തോന്നിയിട്ടില്ല. റിനി ആൻഡ് ജോർജ് ഇങ്ങനെ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പോലും മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. വേറൊരു കോൺഗ്രസിനകത്ത് പല പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുണ്ട്, അത് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അവർ പങ്കുവെച്ചത് അവരുടെ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വികാരം മാത്രമാണ് ഗൗതം. അതിൽ നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് ഇതായിട്ട് ഒരു കാര്യം ഉണ്ടാകുന്നില്ല. ഇവിടെ ഈ വാദം മൊത്തം പൊളിയുന്ന ഒറ്റ അടിസ്ഥാനത്തിലാണ് ബഹുമാനിയായിട്ടുള്ള ഉമാ തോമസ്, KK രമ, ഷാനിമോൾ ഉസ്മാൻ, ലതിക സുഭാഷ്, ശോഭന ജോർജ്, സ്നേഹ RB അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ആരാണ് യഥാർത്ഥത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ? ആരാണ് റിനിക്ക് പാസ് കൊടുത്തത് എന്നുള്ളതും കൂടി നമ്മുടെ ചോദ്യത്തിൽ വരണം. അതൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, ശരിക്കുള്ളൊരു ചോദ്യമാണ്. എന്ത് രഹസ്യ ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രാത്രി ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണോ റിനി ആൻഡ് ജോർജിന് VVIP പാസ് അവിടെ ലഭിച്ചത്? ഇത് സാധാരണക്കാരായിട്ടുള്ള ആ വേദിയിൽ എത്താൻ പറ്റാതെ പോയ, മുൻപന്തിയിൽ എത്താൻ പറ്റാതെ പോയ പ്രവർത്തകർ ചിന്തിക്കുക, കണ്ടെത്തട്ടെ. ഉറപ്പായിട്ടും റിനി ആൻഡ് ജോർജ് തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. ആ അവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യം പൊക്കി പിടിച്ചോണ്ട് വരുന്നതെന്നും കൂടി ആലോചിക്കണം. പിന്നെ എന്തായാലും VD സതീശന് റിനി ആൻഡ് ജോർജ് കാരണം ഒരു അപകടവും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം.